ഏട്ടന്മാരുടെ പെങ്ങളുട്ടി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. നന്ദന ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി. സായിയും നന്ദനയുമായിരുന്നു ലാസ്റ്റ് റൗണ്ടിൽ അവിടെ പുറത്തു വന്ന് നിന്നത്. അവരിൽ ഒരാൾ ഔട്ടാകും എന്നുള്ളതാണ് ബിഗ് ബോസ് അവിടെ അറിയിച്ചത്. സായി ഉറപ്പിച്ചു പറയുന്നു, ഞാനാണ് പോവാ, നീ ഇവിടെ നിൽക്കണം, നന്നായി കളിക്കണം, കപ്പെടുത്തിട്ട് വരണം എന്നൊക്കെ അവിടെ നന്ദനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അല്ല, സായിക്ക് അത്രയും ഉറപ്പാണ് സായി അവിടെ കളിക്കുന്നത് അത്രയും മോശപ്പെട്ട ഗെയിമാണ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണമല്ലോ സായി അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ രണ്ടുപേര് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരാളാണ് ഈ ആഴ്ച പുറത്തു പോയുള്ളൂ. അതുകൊണ്ട് നന്ദനയ്ക്ക് മാത്രമാണ് പുറത്തു പോകാനുള്ള ഭാഗ്യം ലഭിച്ചതെന്ന് ഞാൻ പറയും. അവിടെ സായിയും കൂടി പുറത്തു പോകേണ്ടതായിരുന്നു. പക്ഷെ സായിനെ ഈ ആഴ്ച അവരവിടെ സേവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എന്തായാലും സായി അതിനുശേഷം നന്ദനയാണ് പുറത്തു പോയതെന്ന് അറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗൺ ആയി വിഷമിച്ച് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അവർ ആ ആങ്ങളും പെങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ നന്നായിട്ട് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ കളിയാക്കുന്നൊന്നുമില്ല. അവിടെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് അവിടെ സായി ഇരിക്കുന്നുണ്ടായിരുന്നു. നന്ദന ആദ്യമൊക്കെ കരയാതെ പിന്നെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സിജോനോട് ഉള്ളതിനേക്കാൾ അടുപ്പം അവിടെ സായിയുടെ അടുത്താണുള്ളത്. പിന്നീട് സായി വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. സായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എന്ത് ലക്ഷ്യത്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്, ആ ലക്ഷ്യം ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാധിച്ചു തരും എന്നൊരു വാക്ക് സായി അവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അധികപ്പറ്റല്ലേ ആ ഒരു വാക്ക് എന്ന് തോന്നിപ്പോയി നമുക്ക്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. എന്തായാലും സായി അങ്ങനെ ഒരു വാക്കാണ് അവിടെ നന്ദനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്ത് ആഗ്രഹത്തിനാണോ, എന്ത് സ്വപ്നം കണ്ടാണോ നീ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്, ആ ആഗ്രഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാധിച്ചു തരും. ഒരു വീടെന്ന സ്വപ്നം അത് സാധിച്ചു തരും എന്ന കാര്യമാണ് അവിടെ സായി അവിടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പിന്നീട് സിജോ വരുമ്പോൾ സിജോയുടെ അടുത്തും പറയുന്നുണ്ട് ഞങ്ങളത് സാധിച്ചു തരും എന്നുള്ളൊരു കാര്യം സിജോയും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അഭിഷേകും കൂട്ടത്തിൽ വന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതിലെ ചേട്ടന്മാരുടെ കുഞ്ഞി പെങ്ങളാണല്ലോ, അങ്ങനെയാണ് എടുത്തു പറയുന്നത്. എന്തായാലും മൊത്തത്തിൽ അനിയത്തി പ്രാവായിട്ടും അല്ലാതായിട്ടും ഒക്കെ നിന്നിരുന്ന നന്ദന ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഏട്ടന്മാർ എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കും, നീ ഇവിടെ നിന്നിട്ട് നേടിയെടുക്കേണ്ടതായിരുന്നു, പക്ഷെ നിനക്ക് സാധിക്കാതെ പോയി. എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിലും ഞങ്ങൾ നിനക്ക് ആഗ്രഹം സാധിച്ചു തരും എന്നൊരു വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടാണ് നന്ദനയെ പറഞ്ഞു വിട്ടിട്ടുള്ളത്.